ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുപ്പത്തിച്ച് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല ചൂടായ ശേഷം നമ്മൾ അരി ഇട്ടു. ചോറും കൂട്ടാനൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് വെക്കൽ. ചായയുടെ കടികൾ മാത്രമാണ് നമ്മൾ ഗ്യാസിൽ വെക്കലുള്ളൂ. അപ്പോൾ ഇതിൽ കൂട്ടാൻ വെക്കണമെന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചോറ് വെക്കണ വീഡിയോ ആദ്യം എടുത്തത്. അതിനുശേഷം നമ്മൾ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാത്രി വരെ ഉള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും വെള്ളപ്പവും കട്ടൻ ചായയാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണികളാണ് ഉള്ളത്. ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അലക്കലാണ്. വാഷിംഗ് മെഷീനിൽ അലക്കി ഡ്രൈ ആക്കിയ ശേഷം നമ്മളെല്ലാ തുണികളും തോരടും. അപ്പോൾ എല്ലാ തുണികളും എടുത്ത് നമ്മൾ അഴയിൽ ഉണക്കാൻ ഇടാൻ പോവുകയാണ്. എല്ലാ തുണികളും പുറത്ത് നമ്മൾ തോരട്ടിട്ടുണ്ട്. നല്ല വെയിൽ, മഴക്കാലമാണെങ്കിലും നല്ല വെയിലാണ്. അപ്പോൾ എല്ലാ തുണികളും വിരിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ അകമൊന്ന് അടിച്ചു വാരി അടിച്ചു വരണം. തുടയ്ക്കുന്നൊന്നും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഊറ്റി വയ്ക്കുകയാണ്. വാർത്ത് വെക്കാമെന്നും പറയലുണ്ട് അത്. അപ്പോൾ നന്നായി വെന്ത ശേഷം നമ്മൾ ചോറ് ഊറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തത്. അതിനുശേഷം ഞങ്ങൾക്ക് അക്ഷയ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്ഷയയിലേക്ക് പോകുന്നതാണിത്. അപ്പോൾ പോണ വഴി നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ആകാശമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ. അപ്പോൾ അക്ഷയയിൽ പോയ ശേഷം ഞങ്ങൾ നേരെ പോയത് പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള പാടും കുളവും അവിടേക്കാണ് വെറുതെ പോയത്. കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നതിന് അങ്ങനെ ഞങ്ങൾ പോയി. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള മെയിൻ വഴി. അതിനുശേഷം ഞങ്ങൾ പാടത്തേക്കും കുളവും പടവൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് വഴിയുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്ന് ഇലകളും കാടുകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഒരു മുളയുടെ കൂട്ടാണ്, മുളക്കൂട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ കുളം, ഇതാണ് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള കുളം. മഴക്കാലമായപ്പോൾ നിറയെ വെള്ളമായി. വേനൽക്കാലത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴക്കാലമായപ്പോൾ നല്ല പോലെ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുളത്തിൽ നിറച്ച ആൾക്കാരായിരിക്കും. കുട്ടികളും വയസ്സായവരും പണി കഴിഞ്ഞ് വരുന്നവരൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.